Morning all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണെന്ന് തുടങ്ങുന്നത്. ചാപ്റ്ററിന്റെ പേര് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ്. ഓക്കെ, ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എങ്കിലും അത്യാവശ്യം നമുക്ക് എളുപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ഏരിയ ആയിരിക്കാം ചിലപ്പോ. കുറച്ച് പേർക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അല്ലെ. നാബ്, എന്താ നാബ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? നാബ് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐഡിയ നോക്കാം. അപ്പോ ക്വാളിറ്റി അഷുറൻസ്, ഫസ്റ്റ് നമുക്ക് ക്വാളിറ്റി എന്താണെന്ന് നോക്കാം അല്ലെ. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപ് ജസ്റ്റ് എന്താണെന്നത് അറിഞ്ഞിരിക്കണ്ടേ. അപ്പോ നാബ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്വാളിറ്റി, എന്താ ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പോ എക്സാമ്പിൾ പറയണില്ല, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരു ഡ്രസ് ആയിക്കോട്ടെ, അത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നിന്നോ ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മളത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളത് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്ന് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ നമ്മൾ അതിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയും ഇല്ലേ? പറയാറുണ്ടോ? ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് കേട്ടോ, കുഴപ്പമില്ല, നമ്മൾ വാങ്ങിയ വിലയ്ക്ക് അത്യാവശ്യം നല്ലതാണെന്ന് നമ്മൾ പറയാറുണ്ട്, ക്വാളിറ്റി അല്ലെ. അപ്പോ ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഡ്രസ്സിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞത്? അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടാവില്ലേ? ചുമ്മാ നോക്കിയിട്ടാണോ? നല്ല ഗുണം, ഗുണത്തെയാണല്ലോ നമ്മൾ ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും അതിനൊരു ഫീച്ചർ ഉണ്ടാവില്ലേ? അല്ലാതെ നമ്മൾ ചുമ്മാ ഒരു വസ്തു കണ്ടിട്ട് നമ്മൾ അതിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയോ? കുറച്ച് അതിനൊരു ക്യാരക്ടറൈസേഷൻ ഒക്കെ ഉണ്ടാകാം അല്ലെ. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ആ ഒരു വസ്തുവിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത്? ഡ്യൂറബിലിറ്റി അല്ലെ. ഓക്കെ, അത് എത്രത്തോളം നീണ്ടു നിൽക്കും. ചിലപ്പോൾ ഒരുപാട് നമ്മൾ ഡ്രസ്സ് ഇത് എത്ര വാഷ് ചെയ്താലും കളറൊന്നും പോകുന്നില്ല, നല്ല രീതിയിൽ സ്റ്റാൻഡേർഡോടെ തന്നെ നിൽക്കുന്നുണ്ട്. വേറെ എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാകും? എന്തുകൊണ്ടാണ് നമ്മൾ പിന്നെ അതിന് ക്വാളിറ്റി എന്നത് കൊണ്ടൊരു വാക്ക് പറയുന്നത്? ഡ്രസ്സിന്റെ പറയാൻ പറ്റുന്നില്ലേ? ഡ്രസ്സ് പോട്ടെ, എങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ്, നിങ്ങളൊരു കടയിൽ കയറി ഫുഡ് കഴിച്ചു, വർത്ത് ഓഫ് ദ പ്രൈസ്, അതായത് ആ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ലൊരു ഡ്രസ്സാണ്. ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഒരു ഫുഡ് കഴിച്ചു, അപ്പൊ നിങ്ങൾ പറയണം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ഫുഡാണ് എന്ന് പറയും. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഫുഡ് നല്ലതാണെന്ന് പറയുന്നത്? ചുമ്മാ കാഴ്ചയിലാണോ നമ്മൾ പറയുന്നത്? ഒരു വസ്തുവിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് കാഴ്ച. ടേസ്റ്റ് ഉണ്ട്, ദെൻ മെറ്റീരിയൽ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളുടെ ഉപയോഗം, പിന്നെ എന്തൊക്കെയുണ്ട്? അത്യാവശ്യം നല്ല നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇൻഗ്രീഡിയൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അതിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അല്ലെ. അപ്പോ നമ്മൾ എന്താ ക്വാളിറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? അതായത് നമ്മളുടെ ആവശ്യങ്ങൾ, ഇപ്പൊ നമ്മളൊരു ഗുഡ്സ് എന്തെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്തു, സോ നമ്മളുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായിട്ട് ആ ഒരു ഒബ്ജക്റ്റിന്, ഇപ്പൊ ഒരു ഡ്രസ്സ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫുഡ് ഐറ്റംസ് ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള ഒരു വസ്തുവിന് ഒരു കൂട്ടം സ്വഭാവ സവിശേഷതകൾ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, ടേസ്റ്റ് ഉണ്ട്, ഡ്യൂറേഷൻ ഉണ്ടാവും, ഡ്യൂറബിലിറ്റി, എത്ര കാലം ആ ഒരു ഡ്രസ്സ് നിലനിൽക്കുന്നുണ്ട് കളറൊന്നും പോകാതെ. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ നമ്മൾ വില പറഞ്ഞു അല്ലെ. ആ ഡ്രസ്സിന്റെ ആ വിലക്കുള്ള സംഭവം അതിലുണ്ട്, അതിനുള്ളൊരു ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇപ്പൊ വില പറഞ്ഞു, ഡ്യൂറബിലിറ്റി, ടേസ്റ്റ്, ദെൻ ഇൻഗ്രീഡിയൻസ് ചേർത്തിരിക്കുന്ന അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമുക്ക് ഒരു ഡിഗ്രി എന്ന് പറയാം. അതായത് സവിശേഷതകളാണ്. ഈ സവിശേഷതകളെ അനുമാനിച്ചുകൊണ്ടാണ് നമ്മൾ ആ വസ്തുവിനെ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്വാളിറ്റി. അതായത് ഈ ഒരു സവിശേഷതകളെയൊക്കെ, ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു സംഭവം, ഒരു വസ്തുവിന്, ആ ഒരു ഒബ്ജക്റ്റിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് ക്വാളിറ്റി എന്ന് ഒരു ഐഡിയ കിട്ടിയോ? നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, അതിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ കുറച്ച് സവിശേഷതകൾ ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയോ എന്താണ് ക്വാളിറ്റി എന്നുള്ളത്? നമ്മൾ നോർമലി പറയാറുള്ള ഒരു വേർഡ് ആണ് അല്ലെ, ക്വാളിറ്റി പറയാറില്ലേ? ഓക്കെ, അപ്പൊ ക്വാളിറ്റി എന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് നാബ്. എന്താ നാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NABH, നാബ് കേട്ടിട്ടുണ്ടോ? അത് ഫുൾ ഫോം എഴുതി എടുക്കട്ടോ നിങ്ങള്. നാഷണൽ അക്രഡിറ്റേഷൻ
Board for Hospital, National Accreditation Board for Hospital. National Accreditation Board for Hospital. Okay, complete ചെയ്തോ? National Accreditation Board for Hospital. Okay, സ്പെല്ലിംഗിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, എഴുതിയോ? National Accreditation Board for Hospital. അപ്പോ ഈ നാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ നൽകുന്ന ഒരു ബോർഡാണെന്ന്. അതായത് ഹോസ്പിറ്റലിന് ക്വാളിറ്റി ഉണ്ടോ, നാക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? NACC കേട്ടിട്ടുണ്ടോ? അതായത് ഈ കോളേജുകൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അക്രഡിറ്റേഷൻ നൽകുന്ന ഒരു ബോർഡാണ് നാക്ക് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? NACC കേട്ടിട്ടുണ്ട്. ഓക്കെ, നാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ട് അതിന്റെ സർവീസുകളും ആ ഇൻസ്റ്റിറ്റ്യൂഷന് എത്രത്തോളം നല്ല രീതിയിലാണെന്നൊക്കെ ഉള്ളതാണ് നാക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്. എല്ലാ കോളേജുകൾക്കും അതിന്റെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം അതിനുള്ള ക്വാളിറ്റിയും ഗുണനിലവാരവും ബിൽഡിങ്ങും കുറെ സവിശേഷതകൾ മുൻനിർത്തിയിട്ടാണ് നാക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക്. അതുപോലെ നാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകളുടെ ഇതുപോലെയുള്ള കുറെ ക്യാരക്ടറൈസേഷൻസ് നോക്കും. എങ്ങനെയൊക്കെയാണ്, ഗുണനിലവാരം ഉണ്ടോ, എല്ലാ ഏരിയയിലും നമ്മൾ വിശകലനം ചെയ്തുകൊണ്ട് നാബ് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കും എല്ലാ ഹോസ്പിറ്റലുകൾക്കും. ചില ഹോസ്പിറ്റലുകൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല, കാരണം അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും അവിടെ ഉണ്ടാവില്ല. അപ്പൊ ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ നൽകുന്ന ഒരു ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലോട്ട് വരാം. അപ്പൊ ക്വാളിറ്റി എന്താണ്, നാബ് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയോ? പഠിക്കാൻ പോകുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് പറഞ്ഞതാണ്. ക്വാളിറ്റി എന്നുള്ളത് മനസ്സിലായല്ലോ. നമ്മൾ ഒരു വസ്തുവിന്റെ അത് ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നത് ഒത്തിരി അല്ലെങ്കിൽ അതിന്റെ സവിശേഷതകൾ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. നാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകളുടെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെഡിങ് ഓക്കെ ആണോ? ചാപ്റ്ററിന്റെ പേര് ക്ലിയർ ആയോ? ക്വാളിറ്റി, നാബ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. ഡിഗ്രി ടു വിച്ച് സീരീസ് ഓഫ് ഇൻഫറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫുൾഫിൽ നീഡ്സ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ISO. Characteristics suggest a distinguishing feature. Requirements are needed or assumptions that is stated, normally implied or mandatory. Degree of adherence to pre-established criteria. എന്താണ് അവിടെ പറയുന്നത്? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കുറച്ച് ഇച്ചിരി എന്താ പറയാ, കുറച്ച് കൂടുതൽ സെന്റൻസ് ഒക്കെ ഇട്ട് തന്നുള്ളൂ. സംഭവം ഇത്രേ ഉള്ളൂ. നമ്മുടേതായ രീതിയിലോട്ട് പറയാം അല്ലെ? നോക്കാം. ഡിഗ്രി ടു വിച്ച് സീരീസ് ഇൻഹറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫുൾഫിൽ നീഡ്സ് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ഒരു പേഴ്സന്റെ ക്യാരക്ടർ, അതായത് നമ്മൾ ഒരു വസ്തു വാങ്ങിക്കുമ്പോൾ അതിന് കുറെ സ്വഭാവ സവിശേഷതകളുണ്ട്. അതിനെയാണ് നമ്മൾ ഈ ഡിഗ്രി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് എന്താ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഒരു വസ്തു വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിന് ഒത്തിരി സ്വഭാവ സവിശേഷതകളുണ്ട് അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ഡിഗ്രി എന്നിവിടെ വിലയിരുത്തുന്നത്. അതൊരു ഇന്റേണൽ ISO അംഗീകരിച്ചിട്ടുള്ള കുറെ സ്വഭാവ സവിശേഷതകളൊക്കെ ആ ഒരു വസ്തുവിനെ ഉണ്ടോ എന്നാണ് നമ്മൾ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. ഇനി ക്വാളിറ്റി അഷുറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നാബ്. ഇനി നമുക്ക് നാബിലോട്ട് വരാം. ക്യാരക്ടറിസ്റ്റിക്സ് സജസ്റ്റ് എ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ്. ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫീച്ചേഴ്സുകളാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. ഒരു വസ്തുവിന്റെ, ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്കൊരു ഹോസ്പിറ്റലാണ്, നാബിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നാബ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ നൽകുന്ന ഒരു ബോർഡാണ്. സോ ആ ഒരു ഹോസ്പിറ്റലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കും. പല വിധത്തിലുള്ള അതിന്റെ കഴിവുകൾ, അതിന്റെ സ്വഭാവ സവിശേഷതകൾ, അതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ മാനിച്ചുകൊണ്ടാണ്. Requirements are needed or assumption that is stated, normally implied or mandatory അല്ലെ? അപ്പോ എന്താ mandatory means
ഒരു കമ്പൽസറി ആയിട്ട് നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഹോസ്പിറ്റലുകൾ അത് പാലിക്കുന്നുണ്ടോ, ഹോസ്പിറ്റലിന്റെ നിലവാരം നിശ്ചയിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നതാണ് നാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ആ ഹോസ്പിറ്റലിന്റെ നല്ല സർവീസുകളാണോ, അവിടെ പേഷ്യൻസിന് നല്ലൊരു കെയർ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, സ്റ്റാഫുകൾ എങ്ങനെയാണ്, അങ്ങനെ എല്ലാ തരത്തിലും ടോട്ടലി ഒരുപാട് നമുക്ക് ഇനി ടോട്ടലി പഠിക്കാനുണ്ട്. അതിന്റെ ഇത് വരുന്നുണ്ട് പോയിന്റ്സ്. അപ്പോ ഒത്തിരി ക്യാരക്ടറിസ്റ്റിക്സ് ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള ഒത്തിരി സ്വഭാവ സവിശേഷതകളെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ നാബ് ആ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ നൽകുന്നത്. ദെൻ എത്രത്തോളം നല്ല സർവീസ് ആണ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് ആ ഹോസ്പിറ്റലിന് എന്ത് കൊടുക്കുക, അക്രഡിറ്റേഷൻ നൽകുന്നത്. ദെൻ കുറെ ക്യാരക്ടറിസ്റ്റിക്സുകൾ അവർ ഇതുപോലെ പരിശോധിക്കും. ദെൻ അക്രഡിറ്റേഷൻ നൽകും. അക്രഡിറ്റേഷൻ നൽകാൻ വേണ്ടിയിട്ട് മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ്. ആ മാനദണ്ഡങ്ങളാണ് ഡിഗ്രി എന്ന് പറയുന്നത്. കണ്ടോ, ഡിഗ്രി ഓഫ് അദറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതിനുള്ള മാനദണ്ഡങ്ങൾ, അതായത് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, നല്ല പരിചരണമാണോ, നീറ്റ്നെസ് ഉണ്ടോ, റൂമുകളും ലഭ്യമാണോ, ബിൽഡിങ്ങുകൾ അവൈലബിൾ ആണോ എന്നിങ്ങനെയുള്ള കുറെ മാനദണ്ഡങ്ങൾ, അതിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഡിഗ്രി ഓഫ് അദറൻസ്, അദറൻസ് എന്ന് വെച്ചാൽ ഈ മാനദണ്ഡങ്ങളെല്ലാം ഹോസ്പിറ്റലുകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ആ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ നൽകുന്നത്. ചുമ്മാ അക്രഡിറ്റേഷൻ നൽകാറില്ല അല്ലെ, ഇത്തരത്തിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും നോക്കും. അപ്പൊ ഇതെല്ലാം ശരിയായിട്ടുള്ള രീതിയിലാണോ ആ ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് കൊണ്ടാണ് നാബ് അക്രഡിറ്റേഷൻ നൽകുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നാബ് അക്രഡിറ്റേഷൻ നൽകുന്നതെന്ന്. ഓക്കെ ആണോ? ക്വാളിറ്റി നോക്കും, ദെൻ അതിന്റെ ഡിഗ്രീസ് നോക്കിയിട്ട് ആ ഡിഗ്രികൾ പാലിക്കുന്നുണ്ടോ ഹോസ്പിറ്റല് എന്നതിനെ അപേക്ഷിച്ചുകൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ നമ്മൾ അക്രഡിറ്റേഷൻ നൽകുന്നത്. നമ്മൾ പറഞ്ഞില്ലേ കോളേജിന് അക്രഡിറ്റേഷൻ കൊടുക്കും, നാക്ക് അക്രഡിറ്റേഷൻ കൊടുക്കും. അതും കോളേജിൽ ഇതുപോലെ ഫെസിലിറ്റികൾ ഉണ്ടോ, അവർക്ക് ലൈബ്രറി ഫെസിലിറ്റികൾ ഉണ്ടോ, സാനിറ്റേഷൻ ഫെസിലിറ്റികൾ ഉണ്ടോ, ബിൽഡിംഗ് ഉണ്ടോ, അതിനുള്ള ടീച്ചേഴ്സുകൾ ഉണ്ടോ, സ്റ്റുഡൻസിന് എണ്ണത്തിനനുസരിച്ചുള്ള ടീച്ചേഴ്സ് ഉണ്ടോ, ഇതെല്ലാത്തിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് അക്രഡിറ്റേഷൻ നൽകുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഹോസ്പിറ്റലാണ്. നാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒന്നാണ്. സോ ഹോസ്പിറ്റലിന്റെ നിരവധി ആയിട്ടുള്ള ഡിഗ്രീസിനെ അനുമാനിച്ചുകൊണ്ട് ആ ഡിഗ്രീസ് അവർ പാലിക്കുന്നുണ്ടോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ അക്രഡിറ്റേഷൻ നൽകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ അക്രഡിറ്റേഷൻ എന്താണെന്ന്? ഓക്കെ, ചിലപ്പോ ഇതിലെ സെന്റൻസുകൾ നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടഫായിട്ട് തോന്നും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ അതിനൊന്ന് കൺവേർട്ട് ചെയ്ത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ചിലപ്പോ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി എന്താണ് അല്ലെങ്കിൽ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോകും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ എന്താണെന്നുള്ളത് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. ഇനി എന്താണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിന്റെ ഇംപ്രൂവ്മെന്റ്സ് എങ്ങനെയൊക്കെയാണ് കൊണ്ടുവരാമെന്ന് ജസ്റ്റ് ഒരു 5 പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം കേട്ടോ, നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് പറയാം. നോക്കാം, ഫസ്റ്റ് വൺ ക്വാളിറ്റി അഷുറൻസ്, ദാറ്റ് ഈസ് QA. ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, QA, ക്വാളിറ്റി അഷുറൻസ്. Quality assurance is a part of quality management. ഇതൊരു ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. Quality management centered on providing confidence that quality requirements will be satisfied. അല്ലെ, അതായത് ഗുണനിലവാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആവശ്യകതകൾ തൃപ്തികരമാക്കുന്ന, നമ്മുടെ റിക്വയർമെന്റ്സ് അല്ലെ, നമ്മളുടെ ആവശ്യകതകള് തൃപ്തികരമാക്കുന്ന നമ്മളുടെ ഒരു ആത്മവിശ്വാസമാണെന്നും. അതായത് നമ്മൾ എന്താണ്, ഇപ്പൊ നമ്മളൊരു ഡ്രസ്സ് വാങ്ങിച്ചു, അപ്പൊ നിങ്ങൾ പറഞ്ഞു നമ്മൾ 2-3 പ്രാവശ്യം വാഷ് ചെയ്തപ്പോഴും അതിന്റെ കളറൊന്നും പോകുന്നില്ല, അത്യാവശ്യം ആ ഒരു പ്രൈസിന് വർത്താണെന്ന് പറയാം അല്ലെ. അപ്പൊ നമ്മളുടെ ഒരു ആത്മവിശ്വാസം അല്ലേ അത്, നമുക്ക് ഒരു ആത്മവിശ്വാസം തോന്നും, ആ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മൾക്ക് ഓരോരുത്തർക്കും തോന്നും. അതിനാണ് ക്വാളിറ്റി അഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ എന്താണ്, ഗുണനിലവാര ആവശ്യകതകൾ, നമ്മളുടെ ക്വാളിറ്റി റിക്വയർമെന്റ്സ്, ഗുണനിലവാരങ്ങള് തൃപ്തികരമാക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. നമ്മൾക്ക് ഓരോരുത്തരിലും തൃപ്തികരമാക്കുന്ന ഒരു ആത്മവിശ്വാസം, സ്വന്തമായിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നതിനെയാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? നമ്മളൊരു വസ്തു വാങ്ങിച്ചു, നമ്മളിൽ ഒരു ആത്മവിശ്വാസം വരും അല്ലെ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നത്, അതിനെയാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ നോക്കാം, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. അണ്ടർലൈൻ ചെയ്യുക, QI.
ഇനി ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് നോക്കാം. ഈസ് ആൻ ഓൺഗോയിങ് റെസ്പോൺസ് ടു ക്വാളിറ്റി ഇവാലുവേഷൻ ഡാറ്റ. അപ്പോ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഓൺഗോയിങ് പ്രോസസ് ആണ് അല്ലെ. ഒരു കാര്യത്തിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാല് ഒരു പ്രാവശ്യം മാത്രമാണോ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നത്? ആണോ? അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓൺഗോയിങ് പ്രോസസ് ആണ് അല്ലെ. ആണോ? ഇപ്പൊ ഇംപ്രൂവ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു എക്സാമിൽ നിങ്ങൾക്ക് അല്പം മാർക്ക് കുറവാണെന്ന് ഇരിക്കട്ടെ, അപ്പൊ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യും അല്ലെ. ഒരു വട്ടമാണ് ഇംപ്രൂവ് ചെയ്യുന്നത്. നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടി? നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പോ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൺഗോയിങ് പ്രോസസ് ആണ്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. Then ongoing response to quality evaluation data about a service in ways that enhance the process by which services are given to consumer or patients. അല്ലെ, അതായത് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ പ്രക്രിയയാണ്. പേഷ്യൻസിന് അല്ലെങ്കിൽ ഹോസ്പിറ്റലാണല്ലോ നമ്മൾ പറയുന്നത്. സോ പേഷ്യൻസിന് നൽകുന്ന സേവനങ്ങൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് ഹോസ്പിറ്റലുകാരും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതായത് നമ്മള് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പഠിച്ചില്ലേ കഴിഞ്ഞ ചാപ്റ്ററിലെ? അപ്പൊ പറഞ്ഞില്ലേ നമ്മള് ഓരോ അവരുടെ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും അല്ലെ. ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് എടുക്കും, സർവേകൾ നടത്തും. അങ്ങനെ ഓരോ പ്രവർത്തനത്തിലൂടെയും പേഷ്യൻസിന്റെ ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയോ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്, ഓർക്കുന്നുണ്ടോ? നമ്മൾ സർവേകൾ നടത്തും, ഫീഡ്ബാക്ക് എടുത്തിട്ട് അവിടെ എന്താണ് പോരായ്മ പേഷ്യൻസിനുള്ളത് അതിനുള്ള ഇംപ്രൂവ്മെന്റ്സ് എന്ത് ചെയ്യും? ഹോസ്പിറ്റലുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതാണ് ഇവിടെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിൽ പറയുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണെന്ന്. നടന്നുകൊണ്ടിരിക്കണല്ലേ അത്. അതായത് ഫീഡ്ബാക്ക് എടുക്കും, സർവേ ചെയ്യും. അപ്പൊ അതിൽ പോരായ്മ ഉണ്ടെങ്കിൽ വീണ്ടും അവിടെ എവിടെയാണ് പോരായ്മ എന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? അതിനുള്ള ഇംപ്രൂവ്മെന്റ്സുകൾ ഹോസ്പിറ്റലുകാർ നടത്തുന്നു. ക്ലിയർ ആണോ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്? ഓക്കെ, ഫസ്റ്റ് രണ്ടെണ്ണം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ക്വാളിറ്റി അഷുറൻസും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റും ഒന്ന് വായിച്ച് ക്ലിയർ ചെയ്യും കേട്ടോ. വായിച്ചോ രണ്ടെണ്ണം? ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ എന്താണ് ഗുണനിലവാരം, ആവശ്യകതകൾ, നമ്മൾ എത്രത്തോളം പേഷ്യൻസ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളൊരു നമ്മളുടെ സ്വന്തം ഒരു ആത്മവിശ്വാസത്തെയാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് വിളിക്കുന്നത്. ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യൻസിനെ ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള ഇംപ്രൂവ്മെന്റ്സുകൾ ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? Then മൂന്നാമത്തേത് നോക്കാം. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ദാറ്റ് ഈസ് TQM. അണ്ടർലൈൻ ചെയ്യാം, ചിലപ്പോൾ എക്സാമിന് TQM ചോദിക്കാം. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? QA ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? ക്വാളിറ്റി അഷുറൻസ്. QI ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് പോവാട്ടോ. ഇനി എന്താണ് TQM നോക്കാം. Total quality management is a system of management centered on the principle that every member of the staff should be committed to keeping high standard of work in every aspect of hospitals operations. എന്താണ് പറയുന്നത്? ഒരേ ഒരു കാര്യം മാത്രം പറയുന്നുള്ളൂ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിൽ. അതായത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉയർന്ന നിലവാരമുള്ളതാക്കുവാൻ വേണ്ടി ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്, എവറി ആസ്പെക്ട്സ് ഓഫ് ഓപ്പറേഷൻസ്, എല്ലാ പ്രവർത്തനങ്ങളും ഹൈ സ്റ്റാൻഡേർഡ് ഉയർന്ന നിലവാരത്തിലുള്ളത് ആക്കുവാൻ വേണ്ടി
നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആ ഹോസ്പിറ്റലിലെ എവറി മെമ്പർ ഓഫ് സ്റ്റാഫ്, ഓരോ സ്റ്റാഫുകളും ടു ബി കമ്മിറ്റഡ് ടു കീപ്, അല്ലെ, അവര് പ്രതിജ്ഞാബദ്ധരായിരിക്കണം എന്ന്. കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ സഹായ സേവനങ്ങളും ആവശ്യമാണ് എന്നതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ആ ഹോസ്പിറ്റലിലെ ഉയർന്ന ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു സ്റ്റാൻഡേർഡ് ലെവലിലോട്ട് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിലെ ഓരോ മെമ്പേഴ്സും, എവരി മെമ്പർ എന്ന് പറയുമ്പോൾ ഡോക്ടറും നഴ്സും മാത്രമല്ല, ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന റിസപ്ഷൻ, ക്ലീനിങ് സ്റ്റാഫ് ഉൾപ്പെടെ വരുന്ന എല്ലാവരും പ്രതിജ്ഞാബദ്ധരായിരിക്കണം എന്ന്. അവരുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു സാന്നിധ്യം ആവശ്യമാണെന്ന്. അവരുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലിനെ ഹൈ സ്റ്റാൻഡേർഡിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നു. ഓക്കെ, ഇതിനാണ് നമ്മൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ TQM എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്? ഓക്കെ, നിങ്ങളൊന്ന് റെസ്പോൺസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ റെസ്പോൺസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാട്ടോ. കാരണം ഈ ഒരു എന്താ പറയാ, ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളാണല്ലോ. അപ്പൊ കുറച്ച് ചിലപ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അത് എനിക്ക് മനസ്സിലാകും. കാരണം അതുകൊണ്ടാണ് ഞാൻ അത് കുറച്ചും കൂടി എളുപ്പമാക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിൽ തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാകണമെന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടേതായിട്ടുള്ള രീതിയിലോട്ട് അതിന് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, ചോദിച്ചോളൂ, റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഒന്നും കൂടി പറയാം. അതായത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന് നല്ലൊരു ഉയർച്ചയിലോട്ട്, ഒരു ഹൈ സ്റ്റാൻഡേർഡിലോട്ട് എത്തിക്കാനായിട്ട്, അതായത് ഇതുപോലെ അക്രഡിറ്റേഷൻ ഒക്കെ ലഭിക്കുന്ന ഹോസ്പിറ്റലിന് അങ്ങനെ നല്ലൊരു സ്റ്റാൻഡേർഡിലോട്ട് ആ ഹോസ്പിറ്റലിനെ എത്തിക്കുന്നതിന് വേണ്ടി ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. അതായത് കമ്മിറ്റഡ് ആയിരിക്കണം എന്ന്. അതായത് അവര് നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസുകൾ ചെയ്യണം എന്ന്. അവരുടെ ജോലികളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് ഹോസ്പിറ്റലിനെ ഒരു ഉയർന്ന പൊസിഷനിലേക്ക് എത്തിക്കുക. ക്ലിയർ ആയോ? സ്റ്റാഫുകളും എല്ലാവരും ചേർന്ന് ആ ഹോസ്പിറ്റലിനെ നല്ലൊരു പൊസിഷനിലേക്ക്, ഒരു അക്രഡിറ്റേഷൻ ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ഹൈ സ്റ്റാൻഡേർഡ് ലെവലിലോട്ട് കൊണ്ടുവരാൻ. ഹൈ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിലല്ലേ അവർക്ക് ലാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ കുറെ ക്യാരക്ടറിസ്റ്റിക്സേഷൻ ഒക്കെ നോക്കിയിട്ടാണ് അക്രഡിറ്റേഷൻ നൽകുന്നതെന്ന്. സോ ഈ സ്റ്റാഫുകൾ അതിന് കുറച്ച് കമ്മിറ്റഡ് ആയിരിക്കണം എന്ന്. നല്ല രീതിയിൽ ഇപ്പൊ നമ്മളോട് പറയില്ലേ, ഇപ്പൊ സ്റ്റുഡൻസിനോടൊക്കെ പറയും, നിങ്ങള് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ ഓർക്കണുണ്ടോ, സ്കൂളില് AEO ഒക്കെ വരുന്നതൊക്കെ പറയൂലേ? ഓർക്കണുണ്ടോ? ചെറിയ ക്ലാസ്സിലെ AEO ഒക്കെ വരൂലേ? അപ്പൊ നമ്പറൊക്കെ എടുക്കാനൊക്കെ വരും അല്ലെ? അപ്പൊ എല്ലാവരും വന്ന് പ്രസന്റ് ആയിരിക്കണം എന്ന് പറയും. പിന്നെ നമ്മൾ ടീച്ചേഴ്സ് ഒക്കെ വന്ന് പറയും നല്ല കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ സാറ് വന്ന് കുറച്ചു നേരം നമ്മുടെ ക്ലാസ് കാണാൻ ചിലപ്പോൾ ക്ലാസ്സിന്റെ ബാക്കിലൊക്കെ വന്ന് ഇരിക്കുന്നൊക്കെ പറയും ഇല്ലേ? എന്തുകൊണ്ടാണ്? നമ്മുടെ സ്കൂളിന് ഒരു സ്റ്റാൻഡേർഡ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് അങ്ങനെ ചെയ്യുന്നതൊക്കെ പറയുന്നത് അല്ലെ? സ്റ്റാഫും കുട്ടികളൊക്കെ നന്നായിട്ടൊന്ന് കമ്മിറ്റ്മെന്റ് ചെയ്യണമെന്നൊക്കെ പറയും അല്ലെ? അവര് കമ്മിറ്റഡ് ആയിരിക്കണം എന്ന് പറയും. എന്തുകൊണ്ടാണ്? അവരുടെ സ്കൂളിൽ ഒരു സ്റ്റാൻഡേർഡ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ അതുപോലെയാണ് ഇവിടെയും പറയുന്നത്. ഹോസ്പിറ്റലിന് നല്ലൊരു സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നിക്കണം അല്ലെ? അതിന് വേണ്ടിയിട്ട് സ്റ്റാഫുകള് കുറച്ചും കൂടി അവരുടെ നല്ലൊരു എഫേർട്ട് വേണമെന്ന്. ഇപ്പൊ ക്ലിയർ ആയോ? കുറച്ചും കൂടി ഓക്കെ ആയോ? ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ടോട്ടൽ ക്വാളിറ്റി കെയർ. അടുത്തതിന് ടോട്ടൽ ക്വാളിറ്റി കെയർ നോക്കാം. ടോട്ടൽ ക്വാളിറ്റി കെയർ ഈസ് ദ പ്രൊവിഷൻ ഓഫ് ബെസ്റ്റ് പോസിബിൾ കെയർ ത്രൂ constantly enhancing service to meet or exceed the needs and hopes of the customer. എന്താണ് പറയുന്നത്? ടോട്ടൽ ക്വാളിറ്റി കെയർ ഈസ് ദ പ്രൊവിഷൻ ഓഫ് ബെസ്റ്റ് പോസിബിൾ കെയർ through constantly enhancing service to meet or exceed the needs and hopes of the customer. Customer എന്ന് പറയുന്നത് ആരാണ്? ഹോസ്പിറ്റലിലെ കസ്റ്റമർ ആരാണ്? പേഷ്യന്റ് ആണ് അല്ലെ? നമ്മൾ ഓരോരുത്തരാണ് ഹോസ്പിറ്റലിലെ കസ്റ്റമർ ഉദ്ദേശിക്കുന്നത് പേഷ്യന്റിനെയാണ് അല്ലെ? അപ്പോ പേഷ്യൻസിന്റെ ആവശ്യകതകളും അതുപോലെ തന്നെ അവരുടെ എക്സ്പെക്ടേഷൻസ്, ഹോപ്സ്. ഹോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഹോപ്പ് യു ആർ ഫൈൻ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? നീ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, നമ്മുടെ പ്രതീക്ഷയാണ് അല്ലെ? ഹോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബെസ്റ്റ് പോസിബിൾ കെയർ, പ്രതീക്ഷകൾ അല്ലെ? അപ്പോ ഒരു പേഷ്യൻസിന്റെ ആവശ്യകതകൾ, റിക്വയർമെന്റ്സ്, പേഷ്യൻസിന്റെ ആവശ്യകതകളും അതുപോലെ തന്നെ പ്രതീക്ഷകളും, ആ ഹോപ്സ്, പ്രതീക്ഷകളും നിറവേറുന്നതിനോ ഓർ എക്സീഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സീഡ് ചെയ്യുക. എക്സീഡ് മീൻ മലയാളത്തിൽ എന്താ പറയാ? എക്സീഡ്
എക്സീഡ് എന്ന് വെച്ചാൽ കവിഞ്ഞു പോകുക എന്നൊക്കെ പറയില്ലേ, അതായത് നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം അല്ലെ. ചിലപ്പോ നമ്മള് പ്രതീക്ഷിക്കുന്നത്, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സംഭവം വാങ്ങിച്ചുകൊണ്ടിരിക്കട്ടെ, നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തു, നമ്മൾ ചിലപ്പോ അത് സംഭവം നേരിട്ട് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിൽ നല്ല അടിപൊളി ഐറ്റം ആയിരിക്കും ചിലപ്പോ, ഇല്ലേ? ആണോ? അതിനെ നമ്മുടെ പ്രതീക്ഷ കവിയുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഉദ്ദേശിച്ചതിലും ഡബിൾ ആയിട്ട് ഇരട്ടി നമുക്ക് ലഭിക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ്. അപ്പൊ പേഷ്യൻസിന്റെ ആവശ്യകതകളും അതുപോലെ തന്നെ ആവശ്യകതകളുടെ പ്രതീക്ഷകള്, എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനോ അല്ലെങ്കിൽ അത് കവിയുന്നതിനോ. എക്സീഡ് ചെയ്യാന്ന് വെച്ചാൽ പ്രതീക്ഷയ്ക്കപ്പുറം നമുക്ക് പ്രതീക്ഷയ്ക്കപ്പുറം ലഭിക്കുക എന്ന്. അപ്പോൾ നിരന്തരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സേവനങ്ങളിലൂടെ നമ്മൾ അതിനുള്ള കുറച്ച് കെയറുകളും കാര്യങ്ങളും ഹോസ്പിറ്റലുകൾ കൊടുക്കും. അപ്പോൾ ഏറ്റവും മികച്ച ഒരു പരിചരണം നൽകുക എന്നതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം, അതായത് ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് അവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ പ്രതീക്ഷകൾക്കും അനുസരിച്ച് അല്ലെങ്കിൽ പ്രതീക്ഷകൾക്ക് അപ്പുറം നല്ലൊരു ക്വാളിറ്റി കെയർ നൽകുക. ഓക്കെ, അതായത് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്നു, അപ്പൊ നമ്മൾ അത്യാവശ്യം ഡോക്ടർ കുഴപ്പമില്ല, ചിലപ്പോ നമ്മുടെ ഒരു ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ആ ഹോസ്പിറ്റലിൽ വരുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ കെയറിങ്ങും അവിടെ നിന്ന് എല്ലാ റിക്വയർമെന്റ്സ് ഫെസിലിറ്റീസുകളും നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, നമ്മളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ളൊരു കെയർ ലഭിക്കുക അല്ലെങ്കിൽ കെയർ കൊടുക്കുക ഹോസ്പിറ്റലുകാര്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടോട്ടൽ ക്വാളിറ്റി കെയർ. പേഷ്യൻസിന്റെ ആവശ്യകതകൾക്ക് അനുസരിച്ചും അതുപോലെ തന്നെ അവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചും പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള ഒരു ക്വാളിറ്റി കെയർ ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യുക. അതിനെയാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ ആ പോയിന്റ്, ഒരു പ്രാവശ്യം ഒന്ന് വായിക്കുക, എന്നിട്ട് നമ്മൾ ആ മലയാളം മീനിങ് ഒന്ന് കണക്ട് ചെയ്തൊന്ന് വായിച്ചു നോക്കിയേ. 4ാമത്തെ പോയിന്റ് ആണ് കേട്ടോ. ഒന്ന് വായിക്കുക. നിങ്ങൾ വായിക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിലോട്ട് അതിന്റെ മലയാളം പോയിന്റ് മനസ്സിലേക്ക് വരണം. ഓക്കെ, ടോട്ടൽ ക്വാളിറ്റി കെയർ ഒന്ന് വായിക്കുക. വായിച്ചോ 4ാമത്തെ പോയിന്റ്? ടോട്ടൽ ക്വാളിറ്റി കെയർ. ക്ലിയർ ആയോ? അതായത് നമ്മളുടെ പേഷ്യൻസിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറം നല്ലൊരു കെയർ നൽകുക. ഓക്കെ, ഇനി 5th വൺ നോക്കാം. ക്വാളിറ്റി കൺട്രോൾ, QC. അണ്ടർലൈൻ ചെയ്യാം, QC, ക്വാളിറ്റി കൺട്രോൾ. Quality control is a procedure or set of procedure. അല്ലെ? അപ്പൊ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു നടപടിക്രമം, ഒരു പ്രൊസീജിയർ ആണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയർ, ഒരു നടപടികളുടെ കൂട്ടമാണ്. That intends to make sure that medical service adheres to defined set of quality criteria. Adherence എന്ന് വെച്ചാൽ പാലിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. മെഡിക്കൽ സർവീസ്, മെഡിക്കൽ സേവനങ്ങള് അല്ലെങ്കിൽ മെഡിക്കൽ സർവീസുകളില് അവര് ക്വാളിറ്റി ക്രൈറ്റീരിയ, ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പാലിക്കുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നല്ല സർവീസ് കൊടുക്കുന്നുണ്ടോ, പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റികൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓർ മീറ്റ്സ് ദ റിക്വയർമെന്റ് ഓഫ് എ ക്ലയന്റ് ഓർ കസ്റ്റമർ. അല്ലെ? പേഷ്യൻസിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനെയാണ് നമ്മളെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു പ്രോസസ്, ഒരു പ്രൊസീജിയർ ആണ്, ഒരു നടപടിക്രമമാണ്. അതായത് മെഡിക്കൽ സർവീസുകള് ക്വാളിറ്റി കൺട്രോളുകൾ പാലിക്കുന്നുണ്ടോ, അവർ പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ്, അവരുടെ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രൊസീജിയർ ആയിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുക?
ക്വാളിറ്റി കൺട്രോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫിഫ്ത് പോയിന്റ് വായിക്കുക. ക്വാളിറ്റി കൺട്രോൾ നടപടി എന്ന് വെച്ചാൽ അവരിതൊക്കെ പാലിക്കുന്നുണ്ടോന്ന് ഹോസ്പിറ്റലുകാരെ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തുക. അതിനുള്ള പ്രൊസീജിയേഴ്സ് നടപടിയൊക്കെ എടുക്കുന്നതാണ് കേട്ടോ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഫിഫ്ത് പോയിന്റ് വായിക്കുക. ക്വാളിറ്റി കൺട്രോൾ. കംപ്ലീറ്റ് ചെയ്തോ അഞ്ചാമത്തെ പോയിന്റ്? ഓക്കെ, then next നോക്കാം. ISO 9000 defines quality control as. അപ്പോ ഇനി ISO അംഗീകരിച്ചിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഡെഫിനിഷൻ, അതായത് ക്വാളിറ്റി കൺട്രോളിന്റെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ പോലെയാണ് പറയുന്നത്. ISO അംഗീകരിച്ചിട്ടുള്ളതാണ്. A part of quality management focused on fulfilling quality requirements. എന്താണെന്ന് വായിച്ചു നോക്കിയേ. അതായത് ISO അംഗീകരിച്ചിട്ടുള്ള ക്വാളിറ്റി കൺട്രോളിനെ ISO അംഗീകൃതമായിട്ട് പറയുന്നത് a part of quality management focused on fulfilling quality requirements. അല്ലെ, ക്വാളിറ്റി മാനേജ്മെന്റ് എന്നത് ഫോക്കസ് ചെയ്യുന്നത് ഹോസ്പിറ്റലിന്റെ ഗുണനിലവാര ആവശ്യങ്ങൾ, ഫുൾഫില്ലിംഗ് ദ ക്വാളിറ്റി റിക്വയർമെന്റ്സ്, ഗുണനിലവാര ആവശ്യങ്ങൾ നിറവേറ്റുന്നു എന്നതിനെ കേന്ദ്രീകരിച്ചിട്ടാണ്. ഓക്കെ, അതായത് ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റല് ഫുൾഫില്ലിംഗ് ദ ക്വാളിറ്റി റിക്വയർമെന്റ്സ്, അല്ലെ, ഗുണനിലവാരങ്ങൾ ആവശ്യങ്ങൾ ഹോസ്പിറ്റല് എത്രത്തോളം നിറവേറ്റുന്നു എന്നതാണ് ക്വാളിറ്റി കൺട്രോൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ISO അംഗീകരിച്ചിട്ട് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, പേഷ്യൻസിന്റെ ആവശ്യകതകളും എത്രത്തോളം അത് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്, അവർ നിറവേറ്റുന്നുണ്ട് എന്നതാണ് ക്വാളിറ്റി കൺട്രോൾ. സെയിം ആ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കി. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് refers to the process of managing total hospital operations in worthwhile fashion by applying the different hospital quality measures and standards so that hospital function in a desirable condition. എന്താണ് പറയുന്നത്? അതായത് വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പല ഹോസ്പിറ്റലുകളിലെ പ്രവർത്തനങ്ങൾ, അല്ലെ, ഇപ്പൊ പല വ്യത്യസ്തമായിട്ട് എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരേപോലെ ഇരിക്കുമോ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്? ആണോ? ഒരു ചെറിയ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും ഒരു വലിയ മൾട്ടി ലെവൽ ഹോസ്പിറ്റലില്? ആണോ? വ്യത്യാസങ്ങളുണ്ട്, അല്ലെ, ഡോക്ടേഴ്സിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകും, ഫെസിലിറ്റികൾ വ്യത്യാസം ഉണ്ടാകും, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പല ടൈപ്പ് വ്യത്യാസങ്ങൾ അവിടെ വരാറുണ്ട്. സോ നോക്കാം, അതായത് വ്യത്യസ്ത ഹോസ്പിറ്റലുകളിലെ ക്വാളിറ്റി മാനദണ്ഡങ്ങളും ഉപയോഗിച്ചിട്ട് മൊത്തത്തില് ടോട്ടലി എല്ലാ ഹോസ്പിറ്റലിന്റെയും പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രക്രിയയാണെന്ന്, അല്ലെ. അതായത് നമ്മൾ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇന്ന മാനദണ്ഡങ്ങൾക്ക് നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും, സോ ദാറ്റ് ഹോസ്പിറ്റൽ ഫങ്ഷൻസ് ഇൻ എ ഡിസറബിൾ കണ്ടീഷൻ, എല്ലാവർക്കും, അതായത് പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും എല്ലാവർക്കും ഉചിതമായിട്ടുള്ള രീതിയിലായിരിക്കണം, ഒരു ബെനഫിറ്റബിൾ ആയിരിക്കണം, അതായത് പേഷ്യൻസ് സെന്റേർഡ് ആയിരിക്കണം, അല്ലെ. അതായത് പേഷ്യൻസിന് നല്ല രീതിയിൽ അവർക്ക് ഒരു ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള ഫങ്ഷൻസ് ആയിരിക്കണം എല്ലാ ഹോസ്പിറ്റലുകളും പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ പറഞ്ഞില്ലേ പേഷ്യന്റ് സെൻട്രിക് ആണ്, അല്ലെ. പേഷ്യന്റ് സെൻട്രിക് ഇവിടെ പറയുന്നത് എല്ലാവർക്കും നല്ല രീതിയിൽ ഉചിതമായിട്ടുള്ള ഒരു രീതിയിൽ ആയിരിക്കണം ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകുവാൻ. ഓക്കെ, then നെക്സ്റ്റ് നോക്കുന്നത് job description responsibilities of hospital quality manager. ഇനി ഹോസ്പിറ്റലിൽ ഒരു ക്വാളിറ്റി മാനേജർ ഉണ്ട്. അദ്ദേഹം ആരാണെന്നും എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോ ആ ഒരു സെക്ഷൻ അവിടെ കഴിഞ്ഞു. അതായത് എന്താണ് ക്വാളിറ്റി, അല്ലെങ്കിൽ നാബിലോട്ട് നമ്മൾ കടന്നിട്ടില്ല കേട്ടോ, നാബിലോട്ട് ഇനി കടക്കാൻ പോകുന്നുള്ളൂ.
അതിക്ക് മുന്നേ ജസ്റ്റ് എന്താണ് ക്വാളിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചിലതൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോ ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഹോസ്പിറ്റലിൽ ഒരു ക്വാളിറ്റി മാനേജർ ഉണ്ടെന്ന്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഫെസിലിറ്റികൾ ചെയ്യുന്നുണ്ടോ, റിക്വയർമെന്റ്സ് ഉണ്ടോ, ഇതെല്ലാം പരിശോധിക്കാനായിട്ട് ഒരു വ്യക്തിയെ ചുമതലപ്പെടുത്തണമല്ലോ. അപ്പോ അദ്ദേഹമാണ് ക്വാളിറ്റി മാനേജർ. അദ്ദേഹമാണ് ഇന്ന ക്വാളിറ്റികളൊക്കെ അവർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ അദ്ദേഹമാണ്. ഓക്കെ, അപ്പോ ഇനി എന്താണ് ക്വാളിറ്റി മാനേജർ, ആരാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കാം. The quality manager in hospital must support the quality assurance program cell. അപ്പോ ഈ ഹോസ്പിറ്റലിൽ ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെൽ ഉണ്ട്. അതായത് ഇപ്പോ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഗൈഡൻസ് ആൻഡ് കരിയർ ഗൈഡൻസ് സെല്ലൊക്കെ ഉണ്ടാകും ഇല്ലേ. കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഈ നമ്മള് കൗൺസിലിംഗ് അങ്ങനെയുള്ള സെക്ഷൻ ഒക്കെ ഉണ്ട് ഹോസ്പിറ്റലിന്, സ്കൂളുകളെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഹോസ്പിറ്റലിൽ ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെൽ ഉണ്ട്. അതായത് അവിടെയാണ് ഇങ്ങനെ ക്വാളിറ്റിയുടെ കാര്യങ്ങളും മറ്റ് പ്രോഗ്രാംസുകളും മറ്റും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ദ ക്വാളിറ്റി മാനേജർ ഇൻ ഹോസ്പിറ്റൽ മസ്റ്റ് സപ്പോർട്ട് ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെൽ. ഈ ക്വാളിറ്റി അഷുറൻസ് മാനേജർ ഈ പ്രോഗ്രാം സെല്ലിനെ, ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളായിരിക്കണം, പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. Then at the hospital and be responsible for working out and establishing quality procedure, standard and specification in hospitals. അല്ലെ, അതായത് ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരമുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നടപടിക്രമങ്ങള്, അതുപോലെ തന്നെ എന്താണ് സവിശേഷതകൾ, അതിന്റെ കുറച്ച് എന്തൊക്കെയാണ്, ഈ ഹോസ്പിറ്റലിന് എത്ര ഫെസിലിറ്റികൾ വേണം, അല്ലെങ്കിൽ റൂംസുകൾ അവൈലബിൾ ആയിരിക്കണം, സാനിറ്റേഷൻ ഫെസിലിറ്റികൾ, അങ്ങനെ ഇങ്ങനെ ഓരോ ഫെസിലിറ്റികൾ തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. Then he or she must pursue quality improvement in all the process and procedures of the hospital and share reports. അല്ലെ, അതുപോലെ തന്നെ എന്താണ് ആശുപത്രികളിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും നടപടിക്രമങ്ങളും ഗുണനിലവാരം മെച്ചപ്പെടുത്താനായിട്ട് അവൻ അല്ലെങ്കിൽ അവൾ ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്ത് ചെയ്യണം, നിർദ്ദേശിക്കുകയും അതിനു വേണ്ട റിപ്പോർട്ടുകളൊക്കെ എഴുതി തയ്യാറാക്കുന്നതും ആരാണ്, ക്വാളിറ്റി മാനേജർ ആയിരിക്കും. അതായത് അവിടുത്തെ നടപടിക്രമങ്ങൾ എത്രത്തോളം ക്വാളിറ്റി വേണം, അല്ലെങ്കിൽ ഏതെല്ലാം ക്രൈറ്റീരിയകൾ നോക്കണം എന്നിവയൊക്കെ തീരുമാനിക്കുന്നതും അതിന്റെ വേണ്ട റിപ്പോർട്ടുകളൊക്കെ പ്ലാനിങ്സും കാര്യങ്ങളും റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് കീ ജോബ് റെസ്പോൺസിബിലിറ്റി, അതായത് അദ്ദേഹത്തിന്റെ ജോലിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. 13 റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ. അപ്പോ നമുക്ക് ജസ്റ്റ് നോക്കാം, 3 വെച്ച് നമുക്കൊന്ന് നോക്കാം. ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ensuring good quality non-clinical services such as infection prevention, security, diet, etc. അല്ലെ, അതായത് ഒരു ഗുഡ് ക്വാളിറ്റി കൊടുക്കണം എന്ന് നോൺ ക്ലിനിക്കൽ സർവീസുകൾക്ക്. നോൺ ക്ലിനിക്കൽ സർവീസ് എന്ന് പറഞ്ഞാൽ ചികിത്സാപരം അല്ലാത്ത രീതിയിലുള്ള മറ്റ് സർവീസുകൾ നല്ലൊരു ക്വാളിറ്റിയോട് കൂടി തന്നെ കൊടുക്കുക എന്ന്. എക്സാമ്പിൾ എന്തൊക്കെയാണ് പറയുന്നത്, ഇൻഫെക്ഷൻ പ്രിവെന്റേഷൻ, അതായത് അണുബാധ തടയല്, ക്ലീനിങ് ഒക്കെ ആയിരിക്കണം എന്ന്, സെക്യൂരിറ്റി, ഡയറ്റ് എക്സെട്ര. അല്ലെ, അപ്പൊ ഈ ഭക്ഷണക്രമങ്ങളും അത് ക്യാൻറ്റീനും മറ്റു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിലെല്ലാം ഒരു നല്ലൊരു ക്വാളിറ്റി, ഗുഡ് ക്വാളിറ്റി ഉറപ്പുവരുത്തുക, അതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, എൻഷുറിങ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് അല്ലെ, ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് ഉറപ്പുവരുത്തുക. OPD ഏരിയ, വാർഡ്, ലേബർ റൂം, OT ആൻഡ് പേഷ്യന്റ് ഫെസിലിറ്റീസ്, ഔട്ട്സോഴ്സ്ഡ് സർവീസ് എക്സെട്ര. ഇവിടെ എല്ലാം OPDയിലും വാർഡില്, ലേബർ റൂം, പേഷ്യന്റ് ഫെസിലിറ്റീസ്, ഔട്ട്സോഴ്സ്ഡ് സർവീസ്, പുറമേയുള്ള ബാക്കി സേവനങ്ങൾ, ഇവിടെയെല്ലാം എന്താണ്, ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് ഉറപ്പുവരുത്തുക, ശുചിത്വം ഉണ്ടായിരിക്കണം. ദെൻ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ periodical assessment of hospital on quality checklist and arrive at a score for the facility. അല്ലെ, അതായത് ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വിലയിരുത്തലുകൾ സ്കോർ ചെയ്യാം. നമ്മള് സർവേകളൊക്കെ നടത്തില്ലേ, നമ്മൾ പറഞ്ഞില്ലേ പേഷ്യൻസിനും സ്റ്റാഫുകൾക്കൊക്കെ സർവേകളൊക്കെ നടത്താവുന്നത്. അതായത് ചെക്ക് ലിസ്റ്റുകളൊക്കെ കൊടുത്തുകൊണ്ട്
അതില് സ്കോറിംഗ് ഒക്കെ രേഖപ്പെടുത്തുക. അപ്പൊ അതിലൂടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, നാലാമതായി കൂടെ ഒന്ന് പറയാം കേട്ടോ. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ് അല്ലെങ്കിൽ ഗ്യാപ്പ് അനാലിസിസ് ഇൻവോൾവ് ആക്ഷൻ പ്ലാൻ ഓൺ അഡ്വൈസ് ഓഫ് ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് മോണിറ്റർ കംപ്ലിയൻസ്. എന്താണ് പറയുന്നത്? ക്വാളിറ്റി പ്രവർത്തനങ്ങള് നടപ്പിലാക്കുക, അത് മോണിറ്റർ ചെയ്യുക. അതായത് എന്താ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് വിവിധ ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്. ഇപ്പൊ ഒരു എക്സ്റേ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ലബോറട്ടറി ഉണ്ട്, റിസപ്ഷൻ ഉണ്ട്. ഇതെല്ലാം സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റുകളാണ്. സോ അവിടെയുള്ള സ്റ്റാഫുകൾ തമ്മിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോന്ന്, ഗ്യാപ്പ് മീൻസ് അവര് കോർഡിനേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയാണോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ കോപ്പറേറ്റ് ആണോ എന്ന്, അതിനെയാണ് നമ്മൾ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാല് അവര് തമ്മില് ചില ഹോസ്പിറ്റലുകളിലൊക്കെ നല്ലൊരു കോർപ്പറേറ്റ് ഒരു എന്താ പറയാ ഒരു കോപ്പറേറ്റീവ് ആയിട്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ചുരുക്കം ഹോസ്പിറ്റലുകളിലൊക്കെ ചിലപ്പോ ഈ രണ്ട് ടീമുകളും, അതായത് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇതൊന്നും ഉണ്ടാവില്ല. സോ അതിനെയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ ഗ്യാപ്പ് എന്താണെന്ന്? അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടാണോ പോണെന്ന് അദ്ദേഹം ഒന്ന് നോക്കുക, ഒന്ന് ഉറപ്പുവരുത്തുക. Then involve action plan on advice of in charge of the hospital and monitor compliance. അല്ലെ, ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ ഇനി അങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ഒന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? ആശുപത്രിയിൽ ചുമതലയുള്ള ആളുകൾ, അതായത് മറ്റ് ഇൻചാർജുകളൊക്കെ ഉണ്ടാവില്ലേ, ഇൻചാർജുകളുമായിട്ട് കൂടിയാലോചിച്ചിട്ട് ഒരു ഉപദേശപ്രകാരം ഒരു പുതിയ പ്രവർത്തന പദ്ധതികൾ അവർ തമ്മിൽ കോർപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അത് പാലിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അതായത് ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിന് ആ ഗ്യാപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഇൻചാർജിനോട് പറഞ്ഞ് അതിനുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യുക, അവരെ നിരീക്ഷിക്കുക, അവർ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് 4 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാമോ? ആദ്യത്തെ 4 വായിക്കുക, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഫസ്റ്റ് 4 പോയിന്റ് വായിച്ചോളൂ കേട്ടോ. ഫോർത്ത് പോയിന്റ് ക്ലിയർ ആയില്ലേ? അതായത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്. അതായത് പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ, ഇപ്പോൾ ലബോറട്ടറിയും അല്ലെങ്കിൽ ഒരു ലബോറട്ടറിയും ഫാർമസി രണ്ടും 2 ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് അറിയാലോ. അപ്പൊ അവര് തമ്മിൽ ഒരു കോർപ്പറേഷൻ ഇല്ല എങ്കിൽ അതിനെയാണ് ഈ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? 2 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഒരു കോർപ്പറേഷൻ ഇല്ല എങ്കിൽ, അങ്ങനെ ഇല്ല എന്ന് അദ്ദേഹം കാണുകയാണെങ്കിൽ അത് ആ ഹോസ്പിറ്റലിലെ ഇൻചാർജിനെ വിവരം അറിയിക്കുകയും ചെയ്യണം. അത് അവര് കൃത്യമായിട്ടും നല്ല രീതിയിൽ അവരെ കോർപ്പറേറ്റ് ചെയ്തിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകുവാനും. അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ എടുക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ടും അവരെ മോണിറ്റർ ചെയ്യാന്ന്, അതായത് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അവര് കോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി നടപടിക്രമങ്ങൾ ഇൻചാർജുമായിട്ട് ആലോചിച്ചിട്ട് എടുക്കുക. ഓക്കെ, ആ ഗ്യാപ്പ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി ഒന്ന്. ഓക്കെ, അതായത് 2 ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അടുത്ത പോയിന്റ് പറഞ്ഞോട്ടെ. 5ാമത്തെ പോയിന്റ് നോക്കാം. ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് കണ്ടക്റ്റഡ് വിത്ത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാന്ന്. ഇടയ്ക്ക് ഒരു മീറ്റിംഗ് ഒക്കെ വെക്കാന്ന്. അതിനായിട്ടുള്ള സൗകര്യങ്ങൾ ഇദ്ദേഹമാണ് ചെയ്തു കൊടുക്കേണ്ടത്. അതിനുള്ള പ്രോപ്പർ ടൈമും പ്ലേസും എല്ലാം ഫിക്സ് ചെയ്യുന്നത് ക്വാളിറ്റി മാനേജർ ആണ്. Then അടുത്ത പോയിന്റ്, ensuring the hospital meets all regulatory compliance like BMW. എന്താ BMW കാറാണ് ഉദ്ദേശിച്ചത്? BMW
BMW എന്താ മീനിങ്? ബയോമെഡിക്കൽ വേസ്റ്റ്. ഓർക്കുന്നുണ്ടോ? എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ബയോമെഡിക്കൽ വേസ്റ്റ്. ഓക്കെ. അപ്പോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ബ്ലഡ് ബാങ്ക് സ്റ്റോറേജ് ലൈസൻസ്, then AREB എന്നല്ല, ശരിക്കും AERB എന്നാണ് കേട്ടോ. AERB എഴുതിയെടുത്തോളൂ എന്താണെന്ന്. AERB എന്നാക്കട്ടോ. E ആണ് ആദ്യം വരേണ്ടത്. AERB. എന്നിട്ട് ഞാൻ പറയണതൊന്ന് എഴുതാം. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കാം. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അതായത് റേഡിയേഷന്റെ ലൈസൻസും കാര്യങ്ങള്. അപ്പോ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റും ബ്ലഡ് ബാങ്ക് സ്റ്റോറേജും അതുപോലെ തന്നെ റേഡിയേഷൻ ലൈസൻസ് ഒക്കെ അതൊക്കെ കൃത്യമായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തുക. ദെൻ 7th പോയിന്റുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുക. വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ടോ, ബ്ലഡ് ബാങ്കുകൾ നടക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ലൈസൻസുകളും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. 7ാമത്തെ പോയിന്റ് നോക്കാം. കീപ് എ റെക്കോർഡ് ഓൺ നോൺ ഫങ്ഷണൽ എക്യുപ്മെന്റ് ആൻഡ് ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ അലോങ് വിത്ത് AMC ഫോർ ഓൾ എക്യുപ്മെന്റ്സ്. AMC എന്ന് വെച്ചാൽ എന്താ? AMC എഴുതിയിട്ടോളൂ. AMC ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. അതായത് വർഷത്തിൽ നമ്മൾ എക്യുപ്മെന്റ്സ് ഒക്കെ ഒന്ന് പണിയൂലേ, അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ നടത്തിയേ, അതിനെ തന്നെ AMC ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. മെയിന്റനൻസ് ചെയ്യൂലേ പണികള്, എക്യുപ്മെന്റ്സുകള് വർഷത്തിലെങ്കിലും ഒന്ന് മെയിന്റനൻസ് ഒക്കെ ചെയ്യണ്ടേ. Keep a record of non-functional equipment and timeline for its repair along with AMC for all equipment. അല്ലെ? അതായത് എന്താണ് പറയുന്നത്? കാര്യക്ഷമമല്ലാത്ത നോൺ ഫങ്ഷണൽ എന്ന് വെച്ചാൽ പ്രവർത്തനക്ഷമമല്ലാത്ത എന്തെങ്കിലും കംപ്ലൈൻസ് ഉള്ള ഉപകരണങ്ങളും അതിന്റെ അറ്റകുറ്റപ്പണികൾക്കും സമയരേഖയും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുകയാണ്. അതായത് റിപ്പയർ ചെയ്യുന്ന ഏത് ടൈമിലാണ് ആ ദിവസവും കാര്യങ്ങളൊക്കെ എഴുതാണ്. ഓക്കെ. Then 8ാമത്തെ പോയിന്റ് നോക്കാം. പ്ലാനിങ് ആൻഡ് വർക്ക് ഔട്ട് പ്രൊസീജിയേഴ്സ് ടുവേർഡ്സ് upliftment, preventive maintenance of equipment and vehicles, modernization of hospital. അല്ലെ? അതായത് പുതിയ ഉന്നമനത്തിനായിട്ട് AMC ആണോ? ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. ഓക്കെ. ഇനി 8ാമത്തെ പോയിന്റ് നോക്കാം. എട്ടാമത്തത് പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് പ്രൊസീജിയേഴ്സ് ടുവേർഡ്സ് അപ്ലിഫ്റ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉന്നമനം, കുറച്ചും കൂടി ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രതിരോധത്തിനുമുള്ള നടപടിക്രമങ്ങള് അത് പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യുകയും വേണം, പ്രവർത്തിക്കുകയും ചെയ്യണം. അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് മെയിന്റനൻസ് ഓഫ് എക്വിപ്മെന്റ് ആൻഡ് വെഹിക്കിൾസ് ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ. ഉപകരണങ്ങള്, വാഹനങ്ങളുടെ ഒക്കെ പരിപാലനം. ഇപ്പൊ ഹോസ്പിറ്റലിൽ ആംബുലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അതൊക്കെ എന്തെങ്കിലും റിപ്പയറോ എക്യുപ്മെന്റ്സ് പണികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ നവീകരിക്കുകയാണ്. പുതിയ ബിൽഡിങ്ങുകളൊക്കെ കൊണ്ടുവരാനും പുതിയ ഫെസിലിറ്റികളും അങ്ങനെ ഹോസ്പിറ്റലിന്റെ ടോട്ടലി ഉള്ളൊരു നവീകരണം. Then 9th one, to install a virtual grievance redressal system both for employees and the patients. ജീവനക്കാർക്കും അതുപോലെ തന്നെ പേഷ്യൻസിനും പരാതി പരിഹാര സംവിധാനങ്ങൾ നടപ്പാക്കുക. വെർച്വൽ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വെർച്വൽ മീൻസ് നമുക്കിപ്പോ ഓൾറെഡി അവൈലബിൾ അല്ലേ, ഇപ്പോ ഇമെയിൽ ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ മെയിൽ വഴി നമുക്ക് കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പറ്റും ഇല്ലേ? അല്ലാതെ നേരിട്ട് പോയി പറയണം എന്നില്ലല്ലോ. ഇപ്പോ അങ്ങനെയാണോ? ഹോസ്പിറ്റലിന്റെ മെയിൽ ഐ ഡിയിൽ നമ്മളുടെ കംപ്ലൈന്റ്സും സജഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നിർദ്ദേശിക്കാം അല്ലെ? അപ്പൊ അങ്ങനെയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. കംപ്ലൈന്റ്സുകൾ നമുക്ക് നേരിട്ട് പറയാനോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ നമുക്ക് നേരിട്ട് സ്റ്റാഫുകൾക്കായിരുന്നെങ്കിലും അല്ലെങ്കിൽ പേഷ്യൻസിനും അതിനുള്ളൊരു അവസരം, അതിനുള്ളൊരു സംവിധാനം നടപ്പാക്കുക. Then 10th പോയിന്റിലെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അവിടെ സ്പെല്ലിങ് സ്ട്രെങ്തൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. സ്ട്രെങ്തൻ എന്നാക്കാം. സ്പെല്ലിങ് തെറ്റാണ് തന്നിരിക്കുന്നത്. സ്ട്രെങ്തൻ
strengthen, strength, strengthen. ഒന്ന് വെട്ടിക്കൊണ്ട് ഒന്ന് strengthen ആക്കാം കേട്ടോ. Strengthen of hospital, MIS, KPI and report action taken. രണ്ട് ഫുൾ ഫോമുകൾ എഴുതാറുണ്ട് കേട്ടോ. MIS ഉണ്ട്, KPI ഉണ്ട്. MIS എഴുതാ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. നേരത്തെ പറയാട്ടോ. ഫുൾ ഫോം ഒന്ന് പറഞ്ഞേക്കട്ടെ, എന്നിട്ട് പറയാം. MIS മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. KPI എന്താണെന്ന് അറിയാമോ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അതായത് ഹോസ്പിറ്റലിന്റെ കീ പെർഫോമൻസുകളൊക്കെ ഇല്ലേ, അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഉദ്ദേശിച്ചത്. ദെൻ നയൻത്തില 10th മിസ്റ്റേക്ക് തിരുത്തിയോ? സ്ട്രെങ്തൻ ആക്കിയോ? സ്ട്രെങ്തൻ ആക്കിയില്ലേ? ഓക്കെ. ഓക്കെ. 9th പറഞ്ഞത് എന്താണ് അവിടെ പറയുന്നത്? വെർച്വൽ ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം. അതായത് എംപ്ലോയീസിനും സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ പേഷ്യൻസിനും അവരുടെ പരാതികൾ നേരിട്ട് പറയാനൊക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുകയാണ്. അതായത് എന്തെങ്കിലും കംപ്ലൈന്റ്സോ പരാതികൾക്ക് പരിഹാര സംവിധാനം റിഡ്രസൽ എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഗ്രീവനൻസ് റിഡ്രസൽ, അതായത് പരാതി പരിഹാരങ്ങള് നടപ്പിലാക്കി കൊടുക്കാന്ന്. ഒരു പരാതി കംപ്ലൈന്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരവും നൽകി കൊടുക്കണം എന്ന്. ക്ലിയർ ആയോ? പരാതി പരിഹാരം നടപ്പിലാക്കുക. കംപ്ലൈന്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കംപ്ലൈന്റ്സിനെ നോക്കാണ്ടിരിക്കാനില്ല, മറിച്ച് ആ കംപ്ലൈന്റ്സിനുള്ള പരിഹാരം കൂടി ചെയ്തു കൊടുക്കാണ്, സ്റ്റാഫിനായിട്ടുണ്ടെങ്കിലും പേഷ്യൻസിനായിട്ടുണ്ടെങ്കിലും. ഓക്കെ. ദെൻ MIS-ഉം KPI-യും എഴുതിയില്ലേ? എഴുതിയോ? MIS എന്ന് വെച്ചാൽ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, KPI കീ ഇൻഫോർമേഷൻ ഇൻഡിക്കേറ്റർ. ഓക്കെ. ദെൻ 3 പോയിന്റ് കൂടി ഉണ്ട്, അതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, പറയാട്ടോ. എന്നിട്ട് ദെൻ 11th one, കോർഡിനേറ്റിംഗ് അസസിംഗ് അതോറിറ്റി. അസസിംഗ് അതോറിറ്റി ആയിട്ടൊരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണമെന്ന്. അസസിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുന്നത്, അതായത് ഫെസിലിറ്റികളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഒരു അസസിംഗ് കമ്മിറ്റിയാണ് അത്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരോ കമ്മിറ്റികൾ ഉണ്ടാവില്ലേ ഹോസ്പിറ്റലില്. ഇപ്പൊ പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ട്, ഇപ്പൊ അതുപോലെയുള്ള ഒരു അസസിംഗ് കമ്മിറ്റിയാണ്. കമ്മിറ്റിയുമായിട്ട് എന്ത് വേണം? ഒരു കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം ഇദ്ദേഹം പ്രവർത്തിക്കുവാൻ. Then 12th പറയുന്നത് 12th one, ensure the employees education on quality standard. അല്ലെ, ജീവനക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കുകയാണ്. അത്യാവശ്യം ഒരു ക്വാളിറ്റിക്കുള്ള സ്റ്റാഫുകളൊക്കെ ആണോ എന്ന് ഉറപ്പുവരുത്തുകയാണ്. ലാസ്റ്റ് വൺ, റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. കമ്മിറ്റികൾ രൂപീകരിക്കുന്നവരും അതിനൊന്ന് ഫ്രെയിം ക്രമീകരിക്കുന്നവരും ഉത്തരവാദിത്തമുണ്ടെന്ന്. ഹോസ്പിറ്റലിൽ ഓരോ പുതിയ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്യണം, അതുപോലെ തന്നെ അതിനെ ക്രമീകരിക്കണം. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിലാണോ എന്ന് ഒന്ന് ക്രമീകരിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം കൂടി അദ്ദേഹത്തിനുണ്ട്. ഓക്കെ. അപ്പോ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ 13 ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത്. അതിന് ഉള്ളിൽ തന്നെ കുറച്ച് ഫുൾ ഫോമുകൾ അധികം വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആദ്യം ഈ ഫുൾ ഫോമുകൾ ഒന്ന് സെപ്പറേറ്റ് എടുത്തെഴുതാം. ഓക്കെ. ആ ഫുൾ ഫോമുകൾ മാത്രം നിങ്ങളൊന്ന് എടുത്തെഴുതിയിട്ട് പഠിക്കുക. ഓക്കെ. ദെൻ നന്നായിട്ട് വായിച്ചു നോക്കണം, കാരണം നല്ല രീതിയിൽ വായിച്ചാൽ മാത്രം അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് 1-2 വട്ടം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടും, അല്ലെ? അപ്പോ പക്ഷെ ഇത് അങ്ങനെയല്ല, നമ്മൾ തന്നെ സ്വയം കുറച്ച് എഫേർട്ട് എടുത്ത് വായിക്കേണ്ട ഒരു ഭാഗമാണ്, അല്ലെ? അങ്ങനെ തോന്നിയോ? ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്ട്, AMC ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്ട്. ഓക്കെ. പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെ തോന്നി? കുഴപ്പമുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ?
ഓക്കെ ആണോ? റെസ്പോൺസ് ചെയ്യും നിങ്ങൾ. മനസ്സിലാകുന്നുണ്ട്. ഓക്കെ. ചിലപ്പോ അതിനകത്ത് കുറച്ച് വേർഡ്സുകളും സെന്റൻസുകളും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തതാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മളുടേതായ രീതിക്ക് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇതുവരെ ഓക്കെ. അപ്പൊ ബാക്കി ഇത് എന്താണെന്ന് അറിയില്ല അല്ലെ? പക്ഷെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട് അല്ലോ. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണോ? നമുക്കിനി ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ച പോയിന്റ്സുകളാണ്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, നാബിന്റെ കീ പെർഫോമൻസ്, ഒരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് രമ്യാംസിന്റെ ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? നാബിന്റെ 32 ഇൻഡിക്കേറ്റേഴ്സ് എടുത്തതല്ലേ ടീച്ചർ? ആണോ? എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്നത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എനിക്കാണ് നിങ്ങൾ പറഞ്ഞു തരേണ്ടത് ഇനി അല്ലെ? അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല. നമുക്ക് ഇത്രത്തോളം മനസ്സിലാക്കിയെങ്കിൽ നമുക്കൊരു തുടക്കം ബേസിക് കിട്ടിയെങ്കിൽ പിന്നെ നമുക്ക് ഓക്കെയാണ് കേട്ടോ. ഈ ചാപ്റ്റർ നന്നായിട്ട് വായിക്കണം. ഇന്ന് വളരെ കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ. അത് ക്ലിയർ ആയിട്ട് വായിക്കുക. ഇനി വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്സുകൾ നമുക്ക് ഒന്നും കൂടി അടുത്ത ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറയാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി വെക്കുക, അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, ma'am. Thank you, ma'am.